ജഗതി ചേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. ജഗതി ചേട്ടനൊക്കെ തമിഴ്നാട്ടിൽ തന്നെ സിനിമ ഒരു കാലത്ത് ഇടന്നിട്ടുള്ള ആളാണ്. സൂര്യ സാറിൻ്റെ കോമ്പിനേഷൻ വരെ നെഞ്ചി ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ അവരടുത്ത് എങ്ങനെ പോയി ഒരു സീനുണ്ട്, എങ്ങനെ പണ്ണൊന്നും അറിയാതെ ആകപ്പാടെ. ഇന്ദ്രൻസേട്ടാ, ഇപ്പോൾ കറുപ്പെന്ന് പറയുന്ന സിനിമയാണ് ഇന്ദ്രൻസേട്ടൻ്റെ അവസാനമായിട്ട് നമ്മൾ എല്ലാവരെയും കണ്ട് ഞെട്ടിയൊരു സിനിമ. അപ്പോൾ ഈ സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ ഫിലിമാണ്. പക്ഷേ ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ ക്യാരി ചെയ്യുന്നത് ഇന്ദ്രൻസേട്ടനാണ്. ഇപ്പോൾ സൂര്യയ്ക്ക് പോലും അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് കുറവാണ്. ഒരു ഇമോഷൻ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സിനിമയെ മൊത്തം ക്യാരി ചെയ്യുന്നത് ഇന്ദ്രൻസേട്ടനാണ്. തമിഴിൽ ഇപ്പോൾ മുമ്പ് ഇന്ദ്രൻസേട്ടൻ പറഞ്ഞിട്ടുണ്ട്, തമിഴ് ചെറിയ പേടിയായതുകൊണ്ട് മുമ്പ് തമിഴ് സിനിമകൾ ചെയ്യാൻ ഒരു പേടിയായിരുന്നു. കറുപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റ് വരുന്നൊരു സമയമുണ്ടല്ലോ, അപ്പോൾ ഇന്ദ്രൻസേട്ടൻ ഇത് വായിക്കുന്നു, ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുന്നു, ഫസ്റ്റ് ഹാഫ് മുഴുവൻ ക്യാരി ചെയ്യേണ്ടത് ഞാനാണെന്ന് മനസ്സിലാക്കുന്നു. ആ മൊമെൻറ്റും പിന്നെ കറുപ്പ് ചെയ്യുന്ന ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു? അതിൽ പ്രധാന അപ്പോൾ നമുക്ക് പറയേണ്ടത് സൂര്യസാറിൻ്റെ ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഇഷ്ടമോ ടോട്ടലി സിനിമയുടെ ഒരു നന്മയോ ഒക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇല്ലെങ്കിൽ മിക്കവാറും ഈ ഹീറോയിസം ഉള്ള ഒരു ആർട്ടിസ്റ്റും ചിലപ്പോൾ അത് അനുവദിക്കില്ല ഇങ്ങനൊരു കഥ. ഫസ്റ്റ് വരെ അതൊക്കെ ശേഷം അവർ ഇരിക്കുന്നു, പകുതിക്ക് അപ്പുറം. അപ്പോൾ ആ കഥ ഞാൻ ആദ്യമേ തന്നെ എനിക്ക് പേടിയുണ്ട്. നമുക്ക് മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പോലെ മുമ്പ് ജഗതി ചേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. ജഗതി ചേട്ടനൊക്കെ തമിഴ്നാട്ടിൽ തന്നെ സിനിമ ഒരു കാലത്ത് ഇടന്നിട്ടുള്ള ആളാണ്. എങ്കിലും ഒരുപാട് സിനിമ തമിഴ് എന്ന് പറയുമ്പോൾ ജഗതി ചേട്ടൻ പോകില്ല. ജഗതി ചേട്ടൻ നമ്മൾ ഇവിടെ ഒരു മലയാള പടം വിട്ടിട്ട് വേണം അവിടെ പോകാൻ, ഇവിടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ഭാഷയല്ലെങ്കിൽ നമ്മൾ തുടരുത്. എന്നുവെച്ചാൽ അത് തായ്മൊഴി എന്ന് പറഞ്ഞാണേക്കാണ്. തമിഴ് ഭയങ്കര പവിത്രമായൊരു ഭാഷയാണ്, നമ്മൾ അതിനെ കെടുത്താൻ പാടില്ല. പ്രത്യേകിച്ച് കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോംപ്റ്റ് കേട്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതിൻ്റെ റിയാക്ഷൻ, വാക്കുകളുടെ അകത്തുള്ള ചില ഒളിഞ്ഞിരിക്കുന്നമായ റിയാക്ഷൻ ഉണ്ട്. അതെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് പോരെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല. ഇപ്പോൾ ബാലാജി സാറെ വിളിച്ചിട്ട് ഇത് ചേട്ടൻ ടെൻഷനേ വേണ്ട, ഇതൊരു മലയാളി ക്യാരക്ടറാണ്, വരുന്ന അപ്പനും മോളും വരുന്നത് മലയാളത്തിൽ തന്നെ ചേട്ടൻ ചെയ്താൽ മതി, അങ്ങനെയാണ് ഞാനത് എഴുതുമ്പോൾ അങ്ങനെ കണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആദ്യം എനിക്കൊരു 3 ദിവസം ഗ്യാപ്പ് കിടന്നു. അപ്പോൾ അത് ആദ്യം ചോദിച്ച 3 ദിവസം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പോയതാണ്. ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ ആ ഡയറക്ടറും എപ്പോഴും ഇതുപോലെ ഈ മീഡിയ ആയിട്ട് സൈഡ് ചേർന്ന ആളാണ്. എപ്പോഴും തമാശ പറഞ്ഞ് മൈക്ക് വെച്ച് ആളിങ്ങനെ സെറ്റ് ഉണർത്തി നിർത്തുന്ന ഒരാളാണ്. പിന്നെ സൂര്യ സാറിൻ്റെ കോമ്പിനേഷൻ വരെ നെഞ്ചി ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ അവരടുത്ത് എങ്ങനെ പോയി ഒരു സീനുണ്ട്, എങ്ങനെ പണ്ണൊന്നും അറിയാതെ ആകപ്പാടെ. ഇപ്പോൾ സൂര്യ സാർ തന്നെ ഇപ്പോൾ നമ്മളെ കേരളത്തിലെ പ്രൊമോഷൻ ഇവൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഇവൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇന്ദ്രൻസേട്ടനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചൊരു ഒരാളാണ് സൂര്യ സാറ്. അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പണ്ട് ബോഡി ഷേമിങ് ക്യാരക്ടേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഗംഭീര ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു, 7th സ്റ്റാൻഡേർഡ് എക്സാം എഴുതി അതിൽ ജയിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ഭയങ്കര വാദോരാ സംസാരിക്കുന്നവരാണ്. അപ്പോൾ സൂര്യ സാറുമായിട്ടുള്ള ഒരു ഭയങ്കര ഈ കോമ്പിനേഷൻ സീനുകളും എക്സ്പീരിയൻസും എങ്ങനെയായിരുന്നു? പിന്നെ ഇതിലെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗൂഗിൾ പേ പണ്ട തെരിയാതെന്ന് പറയുന്ന സീനുണ്ടല്ലോ, ആ ഒരു ഫ്രെയിമിലെന്ന് പറഞ്ഞാൽ 2 നാഷണൽ അവാർഡ് ആക്ടേഴ്സ് നിൽക്കുകയാണ്, ഇന്ദ്രൻസേട്ടൻ അതിഗംഭീരമായിട്ട് സ്കോർ ചെയ്യുകയാണ്, സൂര്യ സാർ ഇപ്പുറത്തുനിന്ന് റിയാക്ഷൻ കൊടുക്കുന്നു. ആ ഒരു സീനിൻ്റെ ഒരു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അത് ഞാൻ പേടിച്ചൊരു സീനാണ്, പേടി തോന്നിയൊരു സീനാണ്. അതെങ്ങനെ ഇത് അത്രയും മനസ്സിൽ ആ മോളായിട്ട് തന്നെ വെച്ചെങ്കിലേ നോവത്തുള്ളൂ, ഉള്ളും നല്ല നൊന്ത് വരണമേ. അതിന് സൂര്യ സാറിൻ്റെ അടുത്ത് കോർട്ടിലൊക്കെ പിടിച്ചാണ് സംസാരിക്കും. ഫസ്റ്റ് അതിന് മുമ്പ് ഒരു ഷോട്ട് എടുത്തതുമില്ല, പേടിയുണ്ടായിരുന്നു കുറച്ച്. ആദ്യത്തെ ഒന്ന് എവിടെയൊക്കെ ചെയ്യാം, അപ്പോൾ പെർഫോം ഇല്ലാതെ ഒന്നൊക്കെ പിടിച്ചു വയ്ക്കും. പക്ഷെ അതിന് മുൻപ് കാരവാനിൽ വരുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ട് ഞാൻ ദൂരെ നിന്നു, വിഷ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഓടിയിങ്ങ് വന്നിട്ട് പിടിച്ച് അയ്യോ ഒരു പാവം ഭയങ്കരമായിട്ട് അതോടെ മനസ്സിൽ നിന്ന് ആ ഭയമെല്ലാം പോയി. പിന്നെ ചെയ്തു. അതുപോലെ ആളുടെ കണ്ണൊക്കെ ഭയങ്കര മധുമേടത്തിൻ്റെ കണ്ണ് പോലെയാണ്. അത്രയും വലിപ്പമില്ലെങ്കിലും ഭയങ്കരമായിട്ട് അതിൽ നമുക്ക് ആ കണ്ണിൽ നോക്കിയാൽ എന്തോ നമുക്ക് ആവശ്യപ്പെടുന്നതെന്ന് കിട്ടും. അത്രയും ഭയങ്കര ഇതായിരുന്നു. തിരിച്ച് കിട്ടുന്ന ഒരു പവറുണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. മകള് മരിച്ചെന്നറിയുമ്പോൾ ഒരു സീനുണ്ടല്ലോ, അവിടെ ഭയങ്കര കരച്ചിലോ ഒന്നുമില്ല,
ഫോണിലൂടെ കേൾക്കുന്നു. ഇന്ദ്രൻസേൻ്റെ റിയാക്ഷനിലൂടെയാണ് ആ സീനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. മകൾ മരിച്ചു എന്നറിയുന്നത്. അതിനുശേഷം സ്റ്റെപ്പ് ഇറങ്ങി വന്ന് എന്താ ചേട്ടാ സ്വർണം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴാണ് അയാളുടെ കോളറിൽ പിടിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ആഭരണമൊക്കെ എറിയുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. ആ ഒരു മൊത്തം സ്ട്രെച്ച് എന്ന് പറയുന്നത് ഇന്ദ്രൻസേട്ടൻ കംപ്ലീറ്റ് ക്യാരി ചെയ്യുന്നൊരു സീനാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് സീനാണ്. ആ ഒരു തിയേറ്ററിലാണെങ്കിൽ പോലും ഭയങ്കര സൈലൻസ് ആണ് ആ സീൻസിൽ മൊത്തം. ആ ഒരു സീൻസിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഇത് കൺവേ ചെയ്യാം, അല്ലെങ്കിൽ ഡയലോഗ് ഇല്ലാതെ ഇങ്ങനെ ഇമോഷൻസിലൂടെ കൺവേ ചെയ്യാം, അതിൻ്റെ ഒരു ബ്രീഫൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ അടുത്ത് ഇപ്പോൾ ആദ്യം ബാലാജി പറഞ്ഞൊരു സീനും അതായിരുന്നു. ഡയറക്ടർ പറഞ്ഞു തന്നൊരു സീന് നമുക്കൊരു ലെൻതി സീൻ, അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിൽ നമുക്ക് ചെയ്യണം. എന്നാൽ ഭ്രാന്തായി പോയതുപോലെ അല്ല, മനസ്സിലുണ്ട്, ഓർമ്മയുണ്ട്, പ്രതിഷേധവും സങ്കടവും ഒക്കെ ഉണ്ട്. അതെങ്ങനെ ചെയ്യണം, അത് നമുക്കൊന്ന് മനസ്സിലിടണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ ആ സീനും ഒക്കെ പറഞ്ഞ് തരുകയൊക്കെ ചെയ്തു. മനസ്സിൽ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തു, പിന്നെ അങ്ങ് ചെയ്തു. അപ്പോൾ എങ്ങനെയൊക്കെ ദൈവാധീനം സംഭവിച്ചു. പിന്നെ അതിൻ്റെ എൻഡാണ് ഇങ്ങ് വരുന്നത്, പുറത്ത് വരുന്നത്. അപ്പോഴത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ സാറിൻ്റെ വന്ന് പിടിച്ച് തിരിഞ്ഞ് ആളുടെ ഒരു നിൽപ്പുമൊക്കെ കാണുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീല് കിട്ടി. പിന്നെ നിൽക്കുന്ന ആക്ടറിൻ്റെ ഒരു റിയാക്ഷൻ പിന്നീടാണ് ഇയാൾ കരയുന്നത്, അതുവരെ കരഞ്ഞിട്ടില്ല. പിന്നെ അവിടെ നിന്നുള്ളൊരു നിസ്സഹായത ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ തിരിച്ച് ഇയാൾ കരഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മൊത്തം അവിടെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അതൊന്ന് കഴിഞ്ഞ് തിരിച്ച് നടന്ന് അവിടെ പോയി ഇരിക്കുന്നവരുടെ ഇടയ്ക്ക് കുഞ്ഞു കട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും എനിക്കത് ഒരു ഫീല് കിട്ടിയത് അവരുടെയൊക്കെ മുഖം അവരെല്ലാവരും ശരിക്കും സംഭവിച്ചതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു സമാധാനം വന്നു. കുറേ അഡ്വക്കേറ്റ്സ് ആയിട്ടൊന്നുമില്ല. எனக்கு அவர் எவ்வளோ ஹம்பிளாக இருக்காருல்ல, எனக்கு அது ரொம்ப ஒரு இட்ஸ் வெரி நியூ ஃபார் மீ. இஸ் சச் அ நைஸ், அவரை வச்சுட்டு சொல்கிறேன், பட் இஸ் சச் அ നൈസ് പേഴ്സൺ. ഹമ്പിളായിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജസേനൻ സാറ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇന്ദ്രൻസേൻ്റെ വിനയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹമ്പിളായിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചൂടായി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അത് ഭയങ്കര എല്ലാവരും ഫയർ ചെയ്ത് കളയുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ദ്രൻസേനെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം എന്തായിരിക്കും? നമുക്ക് നമ്മൾ ചെയ്യുന്ന തൊഴിലൊരു അലോസരപ്പെടൽ ഭയങ്കരമാണ്. അതിൻ്റെ ഗൗരവം അറിയാതെ നമുക്ക് തടസ്സം ഉണ്ടാക്കൽ, അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മൂട് കളയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്തങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്നെ തന്നെ പേടിക്കുന്നതാ. ഗുരു പറയില്ലേ, നമ്മൾ അവനവൻ തന്നെയാണ് എൻ്റെ കുഴപ്പം, കണ്ണാടിയിൽ നോക്കി പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഞാൻ ഇപ്പം കണ്ണാടി നോക്കി കുഴപ്പിക്കല്ലേടാ സ്വയം പറഞ്ഞിട്ട് ഇറങ്ങുന്നു.